ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാലപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടാൻ വേണ്ടി ഇതിൽ ചില ടിപ്സുകളുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്നത് ഇഡലി റൈസാണ് കേട്ടോ. നോർമൽ ദോശയ്ക്കുള്ള പച്ചരി എടുത്താലും മതി. ഞാനിവിടെ ഇഡലി റൈസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഉഴുന്നാണ്. ഇവിടെ ഇപ്പം മുഴുവനെയുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. നമുക്ക് ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ ഞാൻ കഴുകി ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്നിടത്തോളം നമ്മുടെ പാലപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. ഈ ഒരളവിന് ഏകദേശം 1 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ചോറാണ്. ഞാനിവിടെ വെള്ളച്ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1/4 കപ്പ് മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഏകദേശം ഒരു 4 to 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ പാലപ്പത്തിനൊരു സ്വല്പം മധുരം വേണമല്ലോ, അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഈസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഏകദേശം ഒരു 2 കപ്പ് വെള്ളമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് നികത്തി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത്. അരയ്ക്കുന്ന സമയത്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കുക. ഇതെല്ലാം ചേർത്ത് വേണം നമ്മളിത് റെഡിയാക്കി വെക്കാനായിട്ട്. എല്ലാം ഇപ്പം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഇട്ടതല്ലേ, അതൊക്കെ ഒന്ന് അലുത്ത് വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി നല്ലതായിട്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കണം. ഏകദേശം ഒരു 6 to 8 hours ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ കണ്ടോ, ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു പതഞ്ഞു പൊങ്ങിയ പോലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും. എന്നിട്ട് രാവിലെ അരച്ച് സെയിം ടൈമിൽ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ഇതെല്ലാം കൂടെ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ട് രാവിലെ ചുട്ടെടുത്താലും മതി. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് അരയ്ക്കുമ്പോഴേ മാവ് ചൂടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. മാവ് ചൂടായി കഴിഞ്ഞാൽ ഈ അപ്പവും ദോശയും ഒന്നും തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പം ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടാൽ അറിയാം, ആ ഒരു പിടിയുടെ അവിടുത്തെ ഒരു മൊട്ട് കണ്ടോ, അതിൻ്റെ ഒത്തിരി താഴെയാണ് ആ മാവ് ഇരിക്കുന്നത്. ഇനി നമുക്കതിലേക്കൊരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ പഞ്ചസാര ഉപ്പ് ഒന്നും ചേർക്കണ്ട, എല്ലാം നമ്മൾ ഓൾറെഡി ചേർത്താണ് അരച്ചേക്കുന്നത്. ഇപ്പം ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കണം. ആ ഒരു സമയം കൊണ്ടാണ് നമ്മുടെ ഈ മാവ് നല്ലതായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു ചെറു ചൂടുവെള്ളത്തിലോട്ടാണ് ഇറക്കി വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പതഞ്ഞ് പൊങ്ങി വരും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തീ കത്തിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ വെച്ചാലും മതി. എനിക്കൊന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നിയേക്കുന്നത് ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോഴാണ്. ഇനി നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് റെഡിയാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടത്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇനി അതിലോട്ട് ചേർക്കുന്നത് സവാള സ്ലൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയൊന്ന് വഴണ്ടി കിട്ടുന്നതാണ്. അതെല്ലാം ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ക്യാരറ്റ്, കിഴങ്ങ്, അതുപോലെ തന്നെ മട്ടർ, പിന്നെ കുറച്ച് ബീൻസ്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഇതിലോട്ട് ഇനിയും കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്.
ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ അതിലോട്ട് നമുക്ക് സ്വല്പം പൊടികൾ ചേർക്കണം. ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ മല്ലിപ്പൊടിയുടെ മണം ഒന്ന് മാറണമല്ലോ, അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഇനി അതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എപ്പോഴും നമ്മളിതുപോലെ മസാല ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ അടച്ചതിന് ശേഷം ഒരു വിസിൽ വന്നാൽ മതി. കറക്റ്റ് നമ്മുടെ വെജിറ്റബിൾസ് വെന്തിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 പിടി തേങ്ങയുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ചെറിയ 2 പട്ട, പിന്നെ ഗ്രാമ്പു 2 എണ്ണം, അതുപോലെ തന്നെ ഏലക്ക ഇതുപോലെ തൊലി കളഞ്ഞ് എടുത്തത്. അത് ഏകദേശം ഒരു 4 എണ്ണം ഞാൻ എടുത്തായിരുന്നു. പിന്നെ ചേർക്കുന്നത് കാഷ്യൂനട്ടാണ്. ഒരു 8-10 കാഷ്യൂനട്ട് ഇതുപോലെ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വരണം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ തേങ്ങ അരച്ച നേരം കൊണ്ട് നമ്മുടെ കുക്കറിനും വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ കറക്റ്റ് വെജിറ്റബിൾസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കത് വെന്തോന്നൊന്ന് നോക്കണമല്ലോ. അതിനായിട്ട് തവി എടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ച് നോക്കാം വെന്തിട്ടുണ്ടോ എന്നറിയാം. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണോടുണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച നമ്മുടെ അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കണം. ആ തേങ്ങയുടെ പച്ചച്ചോവ് പോകണമല്ലോ, അതിനായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി അതൊന്ന് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് സ്വല്പം കുരുമുളക് പൊടിയാണ്. അത് ലാസ്റ്റിലാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിവിടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല വെജിറ്റബിൾ കുറുമയുടെ നല്ല അടിപൊളി മണമാണ്. അപ്പം അതിന് തിള വന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുറുമക്കറി റെഡി ആയിരിക്കുകയാണ്. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയ സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നല്ലതായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ആ പിടിയുടെ ഒത്തിരി താഴെയാണ് മാവ് ഇരുന്നതെന്ന്. ഇപ്പോൾ കണ്ടോ, പിടിയുടെ അവിടം വരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാവ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മാവ് ഇളക്കുമ്പോൾ പതിയെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിപ്പോൾ അപ്പം ചുടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാലപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലൊരു സ്വല്പം എണ്ണ ഞാൻ ഇതുപോലെ തടവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് പാലപ്പത്തിൻ്റെ കറക്റ്റ് ഷേപ്പിലത് കിട്ടുന്നത്. കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് പാലപ്പമാണെന്നുള്ളത് അല്ലേ. ഇനി ഇതൊന്ന് മൂടി വെക്കണം. നമ്മളിത് തിരിച്ചിടുന്നില്ലല്ലോ, അപ്പം മൂടി വെച്ചാലാണ് അതൊന്ന് വെന്ത് കിട്ടുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിരിക്കുകയാണ്. കാണുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്നല്ലേ. ഇതുപോലെ ക്രിസ്പി ആണെന്നാണ് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ക്രിസ്പി ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അടുത്തതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ സെക്കൻഡ് ചുടുന്ന ഇതുപോലെ ഫ്ലവർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ കിട്ടുമ്പോൾ അവർ കഴിച്ചോളും. ഈ ഒരു രീതിയിലാണ് അതും ഉണ്ടാക്കുന്നത്. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ചുട്ടെടുക്കണം. എല്ലാ മാവും ഇതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. എല്ലാം നല്ല പെർഫെക്റ്റായിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരിക്കലും ഈ അപ്പം നിങ്ങൾക്ക് ഫ്ലോപ്പ് ആകത്തില്ല.
ചിലപ്പോൾ നമ്മൾ തന്നെ പറയത്തില്ലേ, ഒരു പ്രാവശ്യം അപ്പം ശരിയാവും, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അത് ശരിയാകുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.